റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളുടെ സമയത്തിന്റെ ഒരൽപഭാഗം എന്തിനു വേണ്ടി ചെലവഴിച്ചു? റാഹത്തിന് വേണ്ടി, എൻജോയ്മെന്റിന് വേണ്ടി, ആസ്വാദനത്തിന് വേണ്ടി, എന്റർടൈൻമെന്റിന് വേണ്ടി. എന്ത് എന്റർടൈൻമെന്റ് ആയിരുന്നു അത്? പഠിക്കണം. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവരിലാണ് നമ്മൾക്ക് പാഠമുള്ളത്. അവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഅ്മിനീങ്ങളായ ലിമാ കാന യർജുല്ലാഹ്, അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിക്കുന്ന ആളുകൾ, ആഖിറത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ ഫോളോ ചെയ്യേണ്ടത്, അവർ പിൻപറ്റേണ്ടത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതുകൊണ്ട് നമ്മുടെ രാത്രി ഹബീബിന്റെ രാത്രിയെ പോലെ ആക്കി മാറ്റാൻ കഴിയുമോ എന്ന് നമ്മൾക്കൊന്ന് ചെറുതായി ശ്രമിച്ചു നോക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചാൽ നേരെ പള്ളിയിലേക്ക് വരുമായിരുന്നു. ചില ആളുകൾ ഗ്രൗണ്ടിലുണ്ടാകും, ചില ആളുകൾ മൈതാനിയിലുണ്ടാകും, ചില ആളുകൾ അങ്ങാടിയിലുണ്ടാകും. എവിടെയായാലും ശരി, നിങ്ങളുടെ രാത്രി തുടങ്ങേണ്ടത് മഗ്രിബ് നിസ്കാരം പള്ളിയിലേക്ക് വന്ന് മഗ്രിബ് നിസ്കരിച്ചിട്ടായിരിക്കണം. ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബ് ഒരു രാത്രിക്ക് തുടക്കം കുറിച്ചത്. വൈകുന്നേരങ്ങളിൽ കളിക്കാൻ പോകുന്ന ചെറുപ്പക്കാരുണ്ടാകും ഇവിടെ. അവരോട് പറയാനുള്ളത് കളിക്കണം വേണ്ട എന്നല്ല, പക്ഷേ മഗ്രിബ് ബാങ്കിന്റെ ഒരല്പസമയം മുമ്പ് കളി നിർത്തിക്കൊണ്ട് നേരെ പള്ളിയിലേക്ക് വരുന്ന ഒരു ശീലം നാളെ മുതലെങ്കിലും നിങ്ങൾ തുടങ്ങണം. എന്റെ പൊന്നു ചെറുപ്പക്കാരെ, കളിച്ചോളൂ. 4 മണിക്ക് തന്നെ നിങ്ങൾ കളി തുടങ്ങിക്കോളൂ. അസർ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കാൻ തുടങ്ങിക്കോളൂ. എന്നാൽ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും കളി നിർത്താൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, അല്ലാഹുവിനോട്, അവന്റെ ഹബീബിനോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയണം, ഒരു 15 മിനിറ്റ് മുമ്പ് ഞാൻ കളി നിർത്തി, ഒരു 15 മിനിറ്റ് മുമ്പ് എല്ലാം നിർത്തി. ബാങ്ക് വിളിക്കുമ്പോൾ ഞാൻ പള്ളിയിലേക്ക് നാളെ മുതൽ എത്തുമെന്നുള്ളൊരു തീരുമാനം നമ്മളിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ വാല് കൊണ്ടൊരു കാര്യവുമില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി തങ്ങൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ആമീൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഉപ്പമാരെ, നിങ്ങൾ ആമീൻ പറഞ്ഞിട്ട് ഇവിടെ പോയിട്ട് കാര്യമില്ല. നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ മഗ്രിബിന്റെ പള്ളിയിലേക്ക് എത്തിക്കേണ്ടവർ. നിങ്ങൾ എത്തിക്കേണ്ടത്. വാല് നടക്കുമ്പോൾ പലപ്പോഴും പറയണമെന്ന് തോന്നാറുണ്ട്. അനാവശ്യമായി ചന്തകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകാറുണ്ട്. ശരിയല്ല, ഇത് ശരിയല്ല. ഇതൊരിക്കലും സമ്മതിക്കാൻ പറ്റുന്നതല്ല. ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കേണ്ട വിഷയമല്ല. അതുകൊണ്ട് ഈ വിഷയങ്ങൾ കേൾക്കുന്നവർ പരിശുദ്ധമായ ഉറൂസിന് വരുമ്പോ, മഹാന്മാരുടെ ചാരത്തേക്ക് വരുമ്പോ നല്ല നിയ്യത്തോടെ വഅദ് കേൾക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് കടന്നു വരേണ്ടത്. പറയുന്നതിൽ നിന്ന് അറിയേണ്ടവർക്ക് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ഒന്നും ഈ വിഷയമായിട്ട് ഞാൻ പറയുന്നില്ല. അല്ലാഹുവിന്റെ മഹാന്മാരുടെ സമീപത്തേക്ക്, ചാരത്തേക്ക് കടന്നു വരുന്നത് ഇൽമ് പഠിക്കാൻ, ദീന് കേൾക്കാൻ നല്ല നിയ്യത്തോടെ ആയിരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട്, വളരെ സ്നേഹത്തോടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്. ഇന്ന് അവസാനമാണ്. ഇനി എവിടെ ഉറൂസ് നടക്കുകയാണെങ്കിലും നിയ്യത്ത് മോശമായാൽ അപകടമാകും. നിയ്യത്ത് മോശമായാൽ അത് ഭാവിയിൽ കുരുത്തക്കേട് സംഭവിക്കും. അല്ലാഹു കാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഗ്രിബിന്റെ പള്ളിയിലേക്ക് എത്തിയാ പിന്നെയോ മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ച് അല്ലാഹുവിന്റെ ഹബീബ് ഓടാറില്ല. നേരെ പള്ളിയിൽ തന്നെ ഇരുന്നിട്ട് ഇശാ വരെ പള്ളിയിൽ ഇരിക്കുമായിരുന്നു. കഴിയുമെങ്കിൽ അത് ചെയ്യും, ഇശാ വരെ പള്ളിയിൽ. ഇനി കഴിയില്ലേ, കുഴപ്പമില്ല, ഇശാ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കോളൂ. എന്നിട്ടോ ഇശാ ബാങ്കിന്റെ സമയത്ത് നേരെ തിരിച്ച് പള്ളിയിലേക്ക് വരണം. പക്ഷേ ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. പഠിക്കാനും മാറാനും ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ പാഠമുണ്ടാകും, ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം നമ്മുടെ മുമ്പിലില്ല. ഒരൽപ്പ സമയമാണ് മഗ്രിബിന്റെയും ഇശാഇന്റെയും മുമ്പിൽ നമ്മുടെ ഇടയിലുള്ളത്, അല്ലെ? ഒരൽപ്പ സമയമല്ലേ? മാക്സിമം പോയ 1 മണിക്കൂർ, അല്ലെ?
ആ സമയത്ത് ഓതേണ്ട ചില ദിക്റുകളെ, ചെല്ലേണ്ട ചില ദിക്റുകളെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഓതി കഴിയുമ്പോഴേക്കും ഇശാഇന്റെ ബാങ്ക് വിളിക്കും. ഇശാ നിസ്കരിക്കാം. പിന്നെ നബി തങ്ങളുടെ പാത പിന്നെ ഞാൻ പറഞ്ഞു തരാം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ 3 ആയത്ത് ഓതാൻ നബി തങ്ങൾ പഠിപ്പിച്ചു അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 4 ആയത്താണെന്നും ആലിമീങ്ങൾ പറയാറുണ്ട്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അറിയുന്നുണ്ടെങ്കിൽ ഉറക്കോതി ഒന്ന്. വതിൽകൽ അംസാലു നദ്രിബുഹാ للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم والله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഇത് സ്ഥിരമായിട്ട് ചെല്ലുന്നാളൊന്ന് കൈപൊക്കെ മഗ്രിബിന്റെ ശേഷം. അൽഹംദുലില്ലാഹ് കുറച്ച് ആളുണ്ട്. ഇത് ചൊല്ലിയാൽ 70,000 മലക്കുകളാണ് സുബഹി വരെ നിങ്ങൾക്ക് പാപമോചനം തേടുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മഗ്രിബിന്റെ ശേഷം ഇതൊരാൾ ചൊല്ലിയാൽ അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾ ചെറുപ്പക്കാരെ വിചാരിക്കുന്നുണ്ട് ഇത് ഞമ്മക്കൊന്നുമല്ല എന്ന് തോന്നുന്നുണ്ടോ? ഇത് വയസ്സന്മാർക്കായിരിക്കും. ഇതിലിപ്പോ എനിക്കത് ചെല്ലാൻ വയസ്സൊന്നും ആയിട്ടില്ലല്ലോ, എനിക്ക് 25 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അത് ഞാൻ പഠിക്കണമെന്നില്ലല്ലോ, അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങളാ ചെല്ലേണ്ടത്. വയസ്സന്മാർ ചെല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളാ ഇത് ചെല്ലേണ്ടത്. നിങ്ങളെല്ലാവരും പഠിക്കണം. മൊബൈലില്ലേ സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ പേജ്, അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗാലറിയിൽ വെച്ച് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലും 3 തവണ അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം 3 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ഹശ്റിന്റെ 3 ആയത്ത് അല്ലെങ്കിൽ 4 ആയത്ത് ഓതിയാൽ 70,000 മലക്കുകൾ 70,000 മലക്കുകൾ. ഹദീസിലുള്ളത് 3 ആയത്താണ് എന്നാണ്. പക്ഷേ ആലിമീങ്ങളൊക്കെ പരമ്പരാഗതമായി ചെയ്തു വരുന്നത് 4 ആയത്താണ്. ഇത് ചെയ്താൽ 70,000 മലക്കുകൾ സുബഹി നിസ്കാരം വരെ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഹദീസ് വളരെ സ്വഹീഹാണ്. എന്താ ദുആ ചെയ്യുന്നത്? പടച്ചോനെ അയാൾക്ക് പുറത്തു കൊടുക്കു റബ്ബേ, അയാൾക്ക് മാപ്പ് കൊടുക്കു റബ്ബേ. മലക്കുകൾ ദുആ ചെയ്താൽ അല്ലാഹു ആ ദുആയിനെ തട്ടിക്കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ചെല്ലണം. 1. ഇനി സുബഹിക്ക് മുമ്പ് ഇത് ചൊല്ലിയ ഒരാൾ മരിച്ചു പോയാൽ അയാൾ രക്തസാക്ഷിയായിട്ടാണ് മരിക്കുന്നത് എന്നും ഹദീസുകളിൽ അല്ലാഹുവിന്റെ ഹബീബ് കൂട്ടിച്ചേർത്തിയിട്ടുണ്ട്. അല്ലാഹു ചെല്ലാൻ തൗഫീക്ക് നൽകട്ടെ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇത് ചൊല്ലാം. അത് കഴിഞ്ഞാലോ മറ്റൊരു ദിക്റുണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത خلقتني أنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. തൗബയുടെ നേതാവ് ഇതാണ്. ഇത് പഠിക്കണം. അർത്ഥം ആലോചിച്ചത് ചൊല്ലിയാൽ ആത്മാർത്ഥമായി അർത്ഥമാലോചിച്ചത് ഒരാൾ ചൊല്ലി സുബഹിക്ക് മുമ്പ് അയാൾ മരിച്ചുപോയാൽ അയാൾ സ്വർഗത്തിലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്.
ചൊല്ലിക്കൂടെ? ഇതൊക്കെ നമ്മൾക്കുള്ള ഓഫറല്ലേ? അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എന്റെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ മറ്റൊരു ദൈവമില്ല റബ്ബേ. ഖലഖതനി അന അബ്ദുക വ അന അലാ അഹദിക വ വഅദിക മസ്തതഅതു, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ അടിമയാണ്, എന്റെ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. വഅഊദു ബിക മിൻ ശദ്ദി മാ സനഅതു, അല്ലാഹുവേ ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും കാവൽ തേടുകയാണ്. വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, അല്ലാഹുവേ എന്റെ ആരോഗ്യം നീ തന്നതാണ്, എന്റെ സൗന്ദര്യം നീ തന്നതാണ്, എന്റെ സമ്പാദ്യം നീ തന്നതാണ്, എന്റെ വീട് നീ തന്നതാണ്, എന്റെ വാഹനം നീ തന്നതാണ്, എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം നീ തന്നതാണ് റബ്ബേ. വഅബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി, അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ ഞാൻ അംഗീകരിക്കുകയാണ്. കള്ള് കുടിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, വ്യഭിചരിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പ്രണയിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, കഞ്ചാവ് അടിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, മറ്റുള്ളവരെ ആക്രമിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ അംഗീകരിക്കുകയാണ് റബ്ബേ. അതുകൊണ്ട് നീ എനിക്ക് പൊറുത്തു താ അല്ലാഹ്. ഇത് ചൊല്ലി ഒരാൾ സുബഹിക്ക് മുമ്പേ മരിച്ചു പോയാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ഇത് ചൊല്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ സൂറത്തുൽ മുൽക്ക് പാരായണം ചൊല്ലി ചെയ്യാൻ പറഞ്ഞു. ഹിയൽ മാനിഅ, ഖബറിന്റെ അദാബ് വരാതെ തടയുന്ന വസ്തുവാണ്. അദാബ് വരുമ്പോൾ വരല്ലേ വരല്ലേ എന്ന് പറഞ്ഞ് തടയുമത്രേ ഈ സൂറത്ത്. ശിക്ഷിക്കാൻ വേണ്ടി മുൻകർ നക്കീറിൽ നിന്ന് അല്ലാഹുവിന്റെ മാലാക്കമാര് വന്നാൽ ഈ സൂറത്ത് അവരെ തടയുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹ്. ഹിയൽ മുൻജിയ, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. ഈ സൂറത്ത് രക്ഷപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. പള്ളിയിലിരുന്നിട്ട് തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഖബറിൽ പേടിക്കാനില്ല. പിന്നെ നബി തങ്ങൾ പഠിപ്പിച്ചു സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യണം. ലം തുസിബുഹു ഫാഖ, വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല, കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാവൂല. മുൽക്ക് കഴിഞ്ഞാൽ വാഖിയ ഓതാം, അത് കഴിഞ്ഞാൽ ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലാം. 100 ഇസ്തിഗ്ഫാർ നിങ്ങളിൽ തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറാ. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, ഒരാളുടെ ഏടിൽ നന്മ എഴുതി വെക്കുന്ന ഏടിൽ ഇസ്തിഗ്ഫാർ കൂടുതൽ കണ്ടാൽ അയാൾക്ക് നാളെ പേടിക്കാനില്ല എന്ന് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് വാഖിയ കഴിഞ്ഞാൽ ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലാം. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നിങ്ങൾക്കെല്ലാം ഞാൻ പുറത്തു തരും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, നിങ്ങൾക്ക് കോരിച്ചൊരിയുന്ന മഴ തരും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് അല്ലാഹു തആല സമ്പാദ്യങ്ങൾ നൽകും, സന്താനങ്ങൾ നൽകും, അരുവികളിൽ വെള്ളം നൽകും. അതുപോലെ തന്നെ നിങ്ങളുടെ കൃഷികളിൽ ബറക്കത്ത് ചെയ്യും. നിങ്ങൾ നന്നായി ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു 100 ഇസ്തിഗ്ഫാർ. അത് കഴിഞ്ഞാലോ ഒരു 100 സ്വലാത്ത്, ഒരു 100 സ്വലാത്ത്. അപ്പോഴേക്കും നമ്മുടെ മുഅദ്ദിൻ ബാങ്ക് വിളിക്കും. ഇപ്പൊ സമയം ടൈം പാസ് ആയില്ലേ? ടൈം പാസ് ആയില്ലേ? നിങ്ങൾ ടൈം പാസ് ആവാത്ത പ്രശ്നമുള്ള പള്ളിയിൽ ഇരിക്കുമ്പോ ഇത് നിങ്ങൾ ഓതി കഴിയുമ്പോഴേക്കും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും. അപ്പൊ ഇശാ നിസ്കരിച്ചു. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിൽ പോയിട്ടായിരുന്നു. ഇനി ഇത് കഴിയുന്നവർ ഇത് ചെയ്യണം. ഇത് കഴിയാത്ത ആളുകളാണെങ്കിൽ വീട്ടിലേക്ക് പോകണം, ക്ലബിലേക്കല്ല. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ക്ലബിലേക്കല്ല പോകേണ്ടത് വീട്ടിലേക്കാണ്. അങ്ങാടികളിലേക്കല്ല പോവേണ്ടത് വീട്ടിലേക്കാണ്. എന്നിട്ട് വീട്ടിൽ നിന്ന് ഉമ്മയുടെ കൂടെ ജ്യേഷ്ഠാനുജന്മാരുടെ കൂടെ ഒന്നിച്ചിരുന്ന് ഖുർആൻ ഓതണം. ഈ പറഞ്ഞതെല്ലാം വീട്ടിൽ വെച്ച് ഓതിയേക്ക്. അത് കഴിഞ്ഞാൽ നേരെ ഇശാഇന്റെ സമയമാകുമ്പോൾ പള്ളിയിലേക്ക് വരണം. ഇത് പകർത്താനാണ് ഞാൻ പറയുന്നത്, വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. എത്ര വഅദുകൾ ഇങ്ങനെ കഴിഞ്ഞു പോയി എന്റെ ചെറുപ്പക്കാരെ.
എത്ര വാല് കഴിഞ്ഞു പോയി. നാളെ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി വലിച്ചെറിയുമ്പോ മലക്കുകൾ ചോദിക്കുന്നത് ഖസനതുഹാ അലം യഅതികും നദീർ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. നരകത്തിന്റെ കാവൽക്കാരനായ മഹാനായ മാലിക് അലൈഹിസ്സലാം ചോദിക്കുന്നത്, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആളുകൾ വന്നിട്ടില്ലേ? വഅദ് പറഞ്ഞു തരാൻ ആളുകൾ വന്നിട്ടില്ലേ? കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ ആളുകൾ വന്നിട്ടില്ലേ? ഖാലൂ ബലാ ഖാലൂ ബലാ, അതേ വന്നിട്ടുണ്ട്. ഫകദ്ദബ്നാ, അവർ പറഞ്ഞത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ നരകത്തിൽ കിടക്കുമായിരുന്നില്ല. ക്ലബിലേക്ക് പോകല്ല എന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞതുപോലെയാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഫീൽ ചെയ്തത്. സീരിയൽ കാണല്ലേ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ചെറുപ്പക്കാരികൾക്ക് എന്തോ കൊല്ലുന്ന അനുഭവമാണ് ഫീൽ ചെയ്തത്. ഞങ്ങളത് കേട്ടില്ല മാലിക്കേ, ഞങ്ങളത് കേട്ടിരുന്നെങ്കിൽ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഇന്ന് ഈ നരകത്തിന്റെ ഭയാനകമായ കുഴിയിലേക്ക് വീഴേണ്ട ദയനീയമായ അവസ്ഥ ഞങ്ങൾക്കുണ്ടാവൂല എന്ന് നരകത്തിലേക്കാക്കുന്ന മലക്കുകളോട് നരകാവകാശികൾ പറയുമെന്ന് പരിശുദ്ധ സൂറത്തു തബാറകയിലെ സൂറത്തുൽ മുൽക്കിലെ ആയത്തുകൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയാൻ ഞങ്ങളുടെ മുമ്പിൽ ഒരാളുടെ മുമ്പിലും ഒരു എക്സ്ക്യൂസ് ഇല്ല. അതുകൊണ്ട് പൊന്നാര ചെറുപ്പക്കാരോട് നാളെ മുതൽ ഒന്ന് ബോധപൂർവം ഈ വിഷയങ്ങളിൽ ഗൗരവത്തോടെ പരിഗണിക്കണമെന്ന് ഒന്നും കൂടി ഞാൻ ഉണർത്തുകയാണ്. ഉമ്മമാർ, നിങ്ങളാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഇശാ വരെ പള്ളിയിൽ നിസ്കരിക്കുമായിരുന്നു, പള്ളിയിൽ നിൽക്കുമായിരുന്നു. ഇശാ നിസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞാൽ നേരെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമായിരുന്നു. ഫയുസല്ലി റകഅതൈൻ, അല്ലാഹുവിന്റെ ഹബീബ് 2 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കും വീട്ടിൽ പോയിട്ട്. അപ്പൊ സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ചല്ല നിസ്കരിക്കുന്നത്. ഇശാഇന്റെ ജമാഅത്ത് കഴിഞ്ഞ നേരെ പോയിട്ട് വീട്ടിൽ നിസ്കരിക്കുക സുന്നത്ത്. അതെന്തേ? ഫർള് നിസ്കരിക്കുന്നത് കാണുമ്പോ ആൾക്കാർ വന്നിട്ട് ഓ എന്തൊരു സൂഫിയാണ് അയാളെന്ന് പറയില്ല. മനസ്സിലായില്ല? നമ്മളിവിടെ വന്നിട്ട് ഫർള് നിസ്കരിക്കുകയാണ്. അപ്പൊ ആളുകൾ വന്നിട്ട് പഠിച്ചു എന്തൊരു മനുഷ്യനയാള്, ഇയാൾ നിസ്കരിക്കുന്നത് കാണുന്നില്ല, ഒരാളും പറയില്ല. കാരണം ഇയാൾ ഫർളാ നിസ്കരിക്കുന്നത്. അതിനു പകരം രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വളരെ നേരത്തെ എണീറ്റ് പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കുന്ന വിവരം അറിഞ്ഞാല് മാഷാ അല്ലാഹ് അയാൾ ഭയങ്കര സംഭവട്ടോ, അയാള് തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ പറയും. അതുകൊണ്ട് സുന്നത്ത് നിങ്ങൾ ആളുകൾ കാണുന്ന രീതിയിൽ നിസ്കരിക്കണ്ട, അത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. ഫർളോ അത് പരസ്യമായിട്ട് നിസ്കരിച്ചോളൂ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കാരം കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോയി 2 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുമായിരുന്നു. ഇനി കേൾക്കണം എന്റെ ചെറുപ്പക്കാർ, പിന്നെ എന്താണ് നബി തങ്ങൾ ചെയ്തിരുന്നത്? പിന്നെ ഭാര്യമാരെ വിളിച്ചിട്ട് അവരോട് തമാശകൾ പറയുമായിരുന്നു, അവരോട് കഥകൾ പറയും, അവരുമായി കുശലാന്വേഷണങ്ങൾ നടത്തും, അവരുമായി ഒരുപാട് സമയം പ്രണയവാക്കുകൾ, സ്നേഹത്തിന്റെ വാക്കുകൾ, സമാധാനത്തിന്റെ വാക്കുകൾ, ഒരുപാട് സമയം അവരുമായി അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചിരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ ഇശാ നിസ്കാരം കഴിഞ്ഞാലാണ് അങ്ങാടിയിലേക്ക് പോകുന്നത്. ഫാസ്റ്റ് ഫുഡ് അടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ജ്യൂസ് കഴിക്കാൻ, അതുപോലെ ക്ലബ്ബിൽ ഇരുന്നിട്ട് ക്യാരംസ് ചുട്ടാൻ, അതുപോലെ വെറുതെ ഒരാവശ്യമില്ലാതെ സംസാരിച്ചിരിക്കാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പോവുകയാണ്. പരിശുദ്ധ ദീൻ കർശനമായി നിരോധിച്ച വിഷയമാണത്. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല. ആരോടല്ലാതെ 2 പേരോടാണ് സംസാരിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. ഒന്ന് വീട്ടിലുള്ള നമ്മുടെ ഭാര്യയോട്, മക്കളോട്. 2 എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മസ്ലഹത്തിന്റെ ചർച്ചയ്ക്ക് വേണ്ടി സംസാരിക്കാം. വേറെ ഒരു സംസാരവും ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പാടില്ല എന്നാണ് പരിശുദ്ധ ദീൻ നമ്മോട് പഠിപ്പിച്ചു തന്നത്. പിന്നെ എങ്ങനെയാണ് ക്ലബ്ബിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നതിനെ ന്യായീകരിക്കുക? കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരെ, കല്യാണം കഴിഞ്ഞിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ചങ്ങാതിമാരുടെ കൂടെ കറങ്ങി നടക്കാൻ നിൽക്കരുത്. വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കേണ്ട സമയമാണത്.
ഭാര്യയുടെ കൂടെ തമാശ പറയേണ്ട സമയമാണത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വല്ല ബിസിനസ്സും ജോലിയും കാരണം നീ തിരക്കിലായിരിക്കും. നിനക്ക് അല്ലാഹു തആല രാത്രിയെ തന്നത് ആശ്വാസമായിട്ടാണ്. നിനക്ക് ഒരുപാട് ചങ്ങാതിമാരുണ്ട്, ഒരുപാട് കമ്പനികളുണ്ട്, ഒരുപാട് കൂട്ടുകാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിന്നെ വിശ്വസിച്ച് നിങ്ങളുടെ മകളെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുമ്പോ നിങ്ങളുടെ കൈയും പിടിച്ച് വിശ്വാസത്തോടെ നിങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങി വന്ന മക്കളെ, വീട്ടിൽ നിന്നിറങ്ങി വന്ന ഭാര്യയെ നിങ്ങളുടെ വീട്ടിൽ 4 ചുവരുകൾക്കകത്തളങ്ങളിൽ ഏകയാക്കി ഒറ്റയ്ക്കാക്കി ഏകാന്തയാക്കി ഇരുത്തിയിട്ട് ചങ്ങാതിമാരുടെ കറങ്ങാൻ പോകുന്നത് എങ്ങനെയാണ് ചെറുപ്പക്കാരെ പരിശുദ്ധ ദീൻ വെച്ച് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത്? നിങ്ങൾക്ക് കുറെ ചങ്ങായിമാരുണ്ട്, തമാശ പറയാനും കൂട്ടുകൂടാനും സംസാരിക്കാനും. നിങ്ങളുടെ ഭാര്യമാരുടെ അവസ്ഥ എന്താ? അവര് പുറത്തിറങ്ങി നടക്കുന്ന ആളല്ല, അവര് വീടിന്റെ 4 ചുവരുകൾക്ക് അകത്തളങ്ങളിലാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി പുറത്തുപോയി നടക്കല്ല. പോവാണെങ്കിൽ ഭാര്യയും കൂട്ടിട്ട് പോ. എന്താ നമ്മുടെയൊക്കെ നാട്ടിന്റെ കഥ? കല്യാണം കഴിഞ്ഞവരാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. കാരണം എന്താ? വീട്ടിൽ വന്ന വടച്ചോനെ ഈ പെണ്ണിന്റെ കേൾക്കണ്ടേ അല്ലേ, എന്തൊക്കെ ആയിരിക്കും കേൾക്കാനുണ്ടാവുക. അതുകൊണ്ട് പെണ്ണ് ഉറങ്ങിയ ശേഷം പോവാം, നല്ല അറിയാതെ പോയിട്ട് ഇപ്പുറത്ത് കിടന്നുറങ്ങാൻ. നല്ല ബന്ധാണ്. ഇങ്ങനെ ആയിരുന്നോ തുടക്കത്തിലും? ഇങ്ങനെ തന്നെ ആയിരുന്നോ? ആദ്യം കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നോ? എന്തേ ആവേശം ഇപ്പോഴില്ലാതെ പോയത്? ഇതിന് കാരണമുണ്ട്, വെറുതെയല്ല. ومن أعرض عن ذكري فإن له معيشة ضنكا. അല്ലാഹുവിന്റെ ദീൻ മറന്ന് ജീവിച്ചാൽ അവർക്ക് അല്ലാഹു സമാധാനം തരൂല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഭാര്യയിൽ നിന്ന് സമാധാനം കിട്ടൂല. ഇനി സമാധാനം കിട്ടിയാലും കിട്ടിയില്ലേലും നിങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഭാര്യമാരോട് കുശലം പറയാനുള്ള സമയമാണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്. ഞങ്ങൾ കല്യാണം കഴിയാത്ത ബാച്ചിലേഴ്സ് നമുക്ക് കറങ്ങാലോ. ആരാ പറഞ്ഞത്? കല്യാണം കഴിയാത്ത ആളുകളെ വീട്ടിലേക്ക് കൊണ്ടുവരൻ ആ വീട്ടിലെ രക്ഷിതാവിന്റെ കടമയാണ്, ആ വീട്ടിലെ ഉപ്പയുടെ കടമയാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ താമസിക്കുന്ന കാലത്തോളം ഇശാ നിസ്കാരം കഴിഞ്ഞാൽ 1.5 മണിക്കൂറിനകത്തളങ്ങളിൽ വീട്ടിലേക്ക് കയറി വന്നില്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് കയറരുത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം എന്റെ ഉപ്പമാരെ നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളുടെ മകൾ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിൽ താമസിച്ച് നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ അന്തി ഉറങ്ങുമ്പോ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മക്കൾക്ക് വീട് കൊടുക്കുന്നത്? എന്തിനാണ് ആ മക്കൾ നമ്മൾക്ക് തയ്യാറാകണം? ഇത് നിങ്ങൾ 21 വയസ്സാകുമ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ചെറുപ്പത്തിലേ ശീലിപ്പിച്ച് വരണം. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയുള്ള കാലം നമുക്ക് നേരെ നോക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 21 വയസ്സായ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് ആടാം, നാളെ മുതൽ നീ എങ്ങാനും വൈകിയ മണ്ടക്ക് മേടെന്ന് പറഞ്ഞാൽ ഉപ്പാനെ മണ്ടക്ക് വേണ്ടിയിട്ട് ഓടുവൻ. മനസ്സിലായില്ലേ? അത് 21ാമത്തെ വയസ്സിലല്ല പറയേണ്ടത്, അത് 7 വയസ്സ് മുതൽ തുടങ്ങണത്. മനസ്സിലായ? പിന്നെ നല്ല ചെറുപ്പക്കാരാണെങ്കിൽ പാവ ഉപ്പല്ലേ, എനിക്കൊരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ, അപ്പൊ പറയുന്നത് കേൾക്കുന്നതല്ല നല്ലത്. നാളെ ഞാൻ ഉപ്പയാവാൻ പോവല്ലേ, എനിക്കും ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടാവൂലേ, ഇതിന്റെ ഇരട്ടി അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരൂലേ. അതുകൊണ്ട് തൽക്കാലം ചങ്ങാതിമാരൊക്കെ ഒഴിവാക്കിയിട്ട് ഉപ്പ പറഞ്ഞത് കേൾക്കാം. നല്ല മക്കൾ അങ്ങനെ ചെയ്യാ, ചീത്ത മക്കൾ നിങ്ങൾ പോയി പണിയൊക്കുപ്പാന്ന് പറയും. അങ്ങനെ പറഞ്ഞ ആളുകളോട് പണി നോക്കാനാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ നമ്മളെ മക്കൾ നിങ്ങളെ പണി നോക്കിപ്പിക്കും. നമ്മൾ നോക്കാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, നമ്മളെ മക്കളെ നോക്കിപ്പിക്കും നമ്മളെ. അതുകൊണ്ട് ആ പണിക്ക് നിൽക്കരുത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് കേൾക്കാത്ത മകൻ നിങ്ങളുടെ കുടുംബക്കാരനല്ല. ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിങ്ങളുടെ കുടുംബക്കാരനല്ല. നിങ്ങൾ പറഞ്ഞത് കേൾക്കാത്ത നിങ്ങളുടെ മോനെ അല്ല. ഞാൻ പറയുന്നതാണോ? അല്ലല്ലോ, ഖുർആൻ പറഞ്ഞല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞത് കേൾക്കാത്ത മകൻ നിങ്ങളുടെ മോനല്ല, നിങ്ങളെ കുടുംബക്കാരനല്ല, വിട്ട് കളഞ്ഞേക്ക്. അതന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പോറ്റി വളർത്തിയ മക്കളെ ഉപ്പമാരും ഉമ്മമാരും പറഞ്ഞത് കേൾക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് നന്ദിയാണ്, എന്ത് ശുക്റാണ്, എന്ത് ബഹുമാനമാണ്, എന്ത് അദബാണ് മാതാപിതാക്കൾക്ക് നമ്മൾ നൽകുന്നത്?
ദയവ് ചെയ്ത് അവരെ നിങ്ങൾ വെറുപ്പിക്കരുത്, അവരോട് നിങ്ങൾ മോശമായി പെരുമാറരുത്. കല്യാണം കഴിഞ്ഞാലും ഇല്ലേലും ഇശാ നിസ്കാരം കഴിഞ്ഞാൽ വേഗം നിങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് കിടന്നുറങ്ങണം. വേറെ ഒരു മതത്തിനും ഇങ്ങനെ ഒരു ആഭാസമില്ലല്ലോ. മുസ്ലിമീങ്ങൾ മാത്രല്ലേ, മാപ്പിളാര് മാത്രല്ലേ ഇങ്ങനെ ഉറങ്ങാതെ തണ്ടിത്തിരിയുന്നത്? വേറെ ഏതെങ്കിലും മതക്കാരിങ്ങനെ കാണാറുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് ക്രിമിനലുകൾ ഉണ്ടാകും എന്നല്ലാതെ പുറത്തൊന്നും ഇങ്ങനെ വേറെ ഒരു മതക്കാരില്ല. വേറൊരു മതക്കാരിങ്ങനെ ഉറങ്ങാൻ നടക്കാറില്ല. അവരൊക്കെ വേഗം ഒരു 9 മണിയായി കിടന്നുറങ്ങി. നമുക്ക് 12 മണിയായിട്ടും 4 മണിയായിട്ടും ഉറക്കില്ല. എന്നിട്ട് സുബൈ കഴിഞ്ഞാൽ അവർ ഉറക്കം തുടങ്ങും, കൂർക്കം വലിച്ചിട്ട് ഉച്ച വരെ കിടന്നുറങ്ങും. ഇതെല്ലാം തടിക്ക് കേടാണ്. ഇതൊക്കെ വേഗം നിങ്ങളുടെ ശരീരത്തെ നശിപ്പിച്ചു കളയും. രാത്രിയുടെ ഉറക്കിന് പകരം നിങ്ങൾ രാവിലെ 12 മണിക്കൂർ കിടന്നുറങ്ങിയാലും ആവൂല. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങും. എന്താ നിങ്ങൾക്ക് പ്രശ്നം? ഉറക്കം വരുന്നില്ലേ? ആദ്യ 2-3 ദിവസമൊക്കെ പ്രയാസം ഉണ്ടാകും, പിന്നെ അത് ശീലമായിട്ട് വരും. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ചിന്തിച്ചുകൊണ്ട് എന്റെ ചെറുപ്പക്കാർ, അള്ളാഹുവിന്റെ ഹബീബിനോട് സ്നേഹമുണ്ടെങ്കിൽ ഈ വിഷയം നാളെ തന്നെ വളരെ ഗൗരവത്തോടെടുത്ത് ഒരു 9 മണിയാകുമ്പോഴേക്കും എല്ലാവരും വീട്ടിലേക്ക് ചേക്കേറണം. നബിതങ്ങള് യുസാമിറുഹും വയുലാതിഫുഹും വയതഹദ്ദസു മഅഹും വയസ്തമിഉ ലിഹദീസിഹിം. ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ഭാര്യമാർക്ക് വേണ്ടി 2 മണിക്കൂറുകളോളം ചെലവഴിക്കുമായിരുന്നു. അവരോട് തമാശ പറയുമായിരുന്നു, അവരുടെ തമാശകൾ കേൾക്കുമായിരുന്നു, അവർക്ക് പറയാനുള്ള പരാതികൾ കേൾക്കുമായിരുന്നു. കാരണം ഞങ്ങൾ പുറത്തിറങ്ങിയാൽ ഒരുപാട് ആളുകളെ നമ്മൾ കാണും. അവരോട് സലാം പറഞ്ഞാൽ, അവരോട് മിണ്ടിയാൽ, അവരോട് കഥ പറഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ മാറിയേക്കാം. എന്നാൽ വീട്ടിൽ ഏകയായി ആരാരുമില്ലാത്ത ഈ പെൺകുട്ടികൾ ആരോടാണ് വിഷമം പറയുന്നത്? ഇവരാരോടാ വിഷമം പറയാൻ? നമ്മളോടല്ലാതെ. അത് നമ്മളോട് പറയാൻ നമ്മൾ കിട്ടണ്ടേ? അപ്പോഴാണ് പുറത്തുള്ള ആളോട് പരാതി പറയാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് അവിഹിത ബന്ധം തുടങ്ങുന്നത്. അതുകൊണ്ട് അവർക്ക് സമാധാനത്തോടെ വിഷമങ്ങൾ പറയാനുണ്ടാകും, അത് നമ്മൾ കേട്ടുകൊടുക്കണം. നബി തങ്ങളെ കുറിച്ച് പറഞ്ഞത് അവരുടെ കുറുമ്പുകൾ കേൾക്കാൻ, അവരുടെ കുശുമ്പുകൾ കേൾക്കാൻ, അവരുടെ പരാതികൾ കേൾക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് തയ്യാറാകുമായിരുന്നു എന്നാണ് മഹാന്മാരായ സ്വഹാബാക്കൾ പഠിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനൊരു ദിവസം എന്റെ അമ്മായിയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിച്ചപ്പോ, ഞാൻ ചെറിയ കുട്ടിയാണ്. അന്ന് അള്ളാഹുവിന്റെ ഹബീബ് ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ നേരെ വീട്ടിലേക്ക് വന്നിട്ട് എന്റെ അമ്മായിയോട് തമാശ പറയുന്നത്, എന്റെ അമ്മായിയോട് കളിച്ചു ചിരിക്കുന്നത്, എന്റെ അമ്മായിയുമായി ഒരുപാട് സമയം മിണ്ടിയിരിക്കുന്നത്, സംസാരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ മക്കളുടെ കൂടെ ചെലവഴിക്കാനുള്ള സമയമാണ്. രാവിലെ നിങ്ങൾക്ക് ജോലിയല്ലേ, രാവിലെ നിങ്ങൾക്ക് തിരക്കല്ലേ, രാവിലെ വരെ വൈകുന്നേരം വരെ ജോലി, പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി പള്ളിയിൽ പോയി മഗ്‌രിബ് കഴിഞ്ഞു ഇശാ കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് ഫാമിലി ആയിട്ടൊരു മീറ്റിംഗ്. അതിനിടയിൽ ഭക്ഷണമൊക്കെ നടന്നു. ഒരു 10-10:30 മണിയാകുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ ഉറക്കത്തിലേക്ക് നീങ്ങണം. ഒരു 10:30 മണിയാകുമ്പോഴേക്കും നമ്മൾ ഉറക്കത്തിലേക്ക് നീങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെവി തുറന്നു കേൾക്കണം എന്റെ കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാർ. നബി തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് അന്ന് കിടന്നുറങ്ങുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് സമയം ആയിഷ ബീവിയോട് സംസാരിച്ചിരുന്നു. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടന്നുറങ്ങാൻ വേണ്ടി 2 പേരും ബെഡിലേക്ക് കടന്നു പോവുകയാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ, ഇന്ന് ഞാൻ നിസ്കരിച്ചോട്ടെ, കളിക്കാൻ പോയിക്കോട്ടെ എന്നല്ല, അവിടെ ഫെഡ് ലൈറ്റ് നടക്കുന്നുണ്ട്, ഇന്ന് കാണാൻ പോയിക്കോട്ടെ അല്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചോട്ടെ അല്ല, ഞാൻ ഇന്ന് നിസ്കരിച്ചോട്ടെ. ആയിഷ പറഞ്ഞു, നബിയേ, നിങ്ങൾ എന്റെ കൂടെ എന്റെ ബെഡിൽ എന്റെ പുതപ്പിൽ ഒന്നിച്ച് കിടന്നുറങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെയാണ്. നിങ്ങൾ വിചാരിക്കേണ്ട കുറെ തസ്ബീഹ് ചൊല്ലിയ സ്വർഗം കിട്ടുമെന്നൊന്നും വിചാരിക്കണ്ട. ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുന്നതിനും കൂലിയുണ്ട്. ഭാര്യമാരുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിനും പ്രതിഫലമുണ്ട്. അതൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഭാര്യമാരുടെ ഹക്ക്
ഹക്ക് വീട്ടി കൊടുക്കാതെ നിങ്ങൾ എത്ര സുജൂദിൽ കിടന്നാലും അല്ലാഹുവിന് ആ സുജൂദിന്റെ ആവശ്യമേ ഇല്ല. അല്ലാഹുക്ക് വേണ്ട മുഅ്മിനീങ്ങൾ, അങ്ങനെ ഒരു സുജൂദ് വേണ്ട. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നത്, ആയിഷ ഞാനൊന്നിന്ന് നിസ്കരിച്ചോട്ടെ? സമ്മതം ചോദിക്കാൻ എത്ര ഭർത്താക്കന്മാര് സമ്മതം ചോദിക്കുന്നുണ്ട്? വൈകിട്ട് വരുമ്പോ എത്ര ഭർത്താക്കന്മാര് സമ്മതം ചോദിക്കുന്നുണ്ട്? ഞാൻ ഇന്ന് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരുവേ, എനിക്ക് ഇഷ്ടാണോ, നിങ്ങൾക്ക് പൊരുത്താണോ? എത്ര ആള് ചോദിക്കുന്നുണ്ട്? ഒന്ന് കൈവച്ച് ആലോചിക്ക് ചെറുപ്പക്കാരെ. എന്താ ഈ ദീൻ എന്ന് പറഞ്ഞാല്? നിങ്ങളെ തോന്നിയാസാണോ ദീൻ എന്ന് പറഞ്ഞാല്? ഇതല്ലേ ദീൻ? ഏതെങ്കിലും ഒരാളൊന്ന് വൈകി വരുമ്പോഴെങ്കിലും ഭാര്യയോട് പറയോ, ഞാൻ കുറച്ച് വൈകിട്ടോ, നിങ്ങൾക്ക് വിഷമുണ്ടോ, ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കോട്ടെ, എൻ്റെ ചങ്ങാതിമാർ ചെറിയൊരു പാർട്ടി ഉണ്ട്, ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന വിഷമൊന്നുമില്ലല്ലോ? ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കാതെ ഭാര്യയോട് കൂടെ വന്നിട്ട് കഴിക്കണം. ഇതൊക്കെ പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ നമ്മളെ ഭാര്യമാർ നമ്മുടെ കൂടെ വരുന്നത്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് ചോദിക്കുകയാണ്, ആയിഷ ഇന്ന് ഞാൻ നിസ്കരിച്ചോട്ടെ? ആയിഷ ബീവി പറഞ്ഞു, നബിയേ നിങ്ങൾ എന്റെ കൂടെ കിടന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാനാണ് എന്റെ ആഗ്രഹം. പക്ഷേ നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഇന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എതിര് നിൽക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാക്കി എന്റെ ഇഷ്ടത്തെയും ഞാൻ മാറ്റുകയാണ്. നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ ആയിഷ ബീവി സമ്മതം നൽകിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലേക്ക് കടന്നത്. നിസ്കരിക്കാൻ വരെ ഭാര്യയോട് സമ്മതം ചോദിക്കണം. ഈത്തിക്കാഫിരിക്കാൻ വേണ്ടിയിട്ട് റമദാനിൽ പള്ളിയിലേക്ക് വരാൻ, അപ്പൊ ഭാര്യയോട് സമ്മതം ചോദിച്ചിട്ട് വരണം. ഞാൻ ഈത്തിക്കാഫിരിക്കാൻ പോകാൻ എനിക്ക് ഇഷ്ടമാണോ? ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ട. അതന്നെയാണ് ദീൻ. എന്നിട്ട് രണ്ടുപേരും ഭക്ഷണം കഴിച്ചു, കുശലാന്വേഷണങ്ങൾ കഴിഞ്ഞു, സംസാരം കഴിഞ്ഞു. രണ്ടുപേരും കിടന്നുറങ്ങുകയാണ്. ഒരു 10-10:30 മണിയാകുമ്പോഴേക്കും ഉറങ്ങുന്ന സമയത്ത് ഇദാ അതൈത മൽജഅക ഫതവല്ലഉ ലിസ്സലാ, നീ നിന്റെ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോ നീ നിർബന്ധമായിട്ടും വുളൂ ചെയ്തിട്ട് കടന്നു വരണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സുന്നത്താണിത്. നീ നിസ്കാരത്തിലേക്ക് കടന്നു വരുമ്പോ എങ്ങനെയാണോ വുളൂ ചെയ്യുന്നത് അതേപോലെ വുളൂ ചെയ്തിട്ടാണ് ബെഡ്റൂമിലേക്ക് ഭാര്യയും ഭർത്താവും വരേണ്ടത്. പല്ല് തേച്ചിട്ട് വരണം, പല്ല് തേക്കാതെ റൂമിലേക്ക് വരരുത്. നബി തങ്ങൾ തന്റെ തലയണയുടെ താഴെ വെച്ചിരുന്ന അറാക്ക് കൊണ്ട് അവസാനമായി ബെഡിൽ കയറിയാൽ പല്ല് തേക്കുമായിരുന്നു. എന്നിട്ട് അതേ തലയണയുടെ താഴെ വെച്ചിട്ട് രാവിലെ എണീറ്റാൽ ഉടനെ ആ തലയണയുടെ അടിയിൽ നിന്ന് അറാക്കെടുത്തിട്ട് നബി തങ്ങൾ പല്ല് തേച്ചിട്ട് ആയിഷയോട് പറയുമായിരുന്നു, ആയിഷ ഭാര്യമാരോട് പറയുമായിരുന്നു, ഭാര്യമാരെ ഇത് കൊണ്ടുപോയി കഴുകിയേക്ക്. എന്നാൽ ഭാര്യമാർ അതുകൊണ്ട് കഴുകാതെ അതേ ബ്രഷ് കൊണ്ട് അതേ അറാക്ക് കൊണ്ട് അവരുടെ പല്ല് തേച്ചു എന്നാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ കഴുകാതെയല്ല, കഴുകിയ ബ്രഷ് കൊണ്ടെങ്കിലും നമ്മൾ പരസ്പരം പല്ല് തേക്കാറുണ്ടോ? കഴുകാത്തത് പോട്ടെ, കഴുകിയത് കൊണ്ട് പല്ലേക്കാറുണ്ടോ? ഒട്ടകാലത്തിന് ആ ഓർക്കിലിങ്ങനെ ആടി ആടി പോയിട്ട് ഒരു ബ്രഷ് എടുത്തു, ഒരു പേസ്റ്റ് ഇട്ടു, അങ്ങനെ പല്ല് തേക്കാൻ നോക്കുമ്പോൾ കളർ മാറി. യാ അല്ലാഹ്, ഇത് ഭാര്യയുടെ ബ്രഷാണല്ലോ, ബോധം കെട്ട് വീണു. ഇതല്ല നമ്മളെ അവസ്ഥ അല്ലേ? സ്നേഹം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് എങ്ങനെ സ്നേഹം കാട്ടണമെന്ന്, എങ്ങനെയാണ് ഭാര്യമാരോട് പെരുമാറേണ്ടത്. മഹദിമാരായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കഴുകാതെ അതേ ബ്രഷ് കൊണ്ട് പല്ല് തേക്കുമായിരുന്നു, എന്നിട്ടാണ് കഴുകിയിരുന്നത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയാണ് ഉറങ്ങാൻ വരുമ്പോൾ പല്ല് തേക്കുക, വുളൂ ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് ബെഡ്റൂമിലേക്ക് കയറി രണ്ടുപേരും അവരവരുടെ വിരിപ്പിലേക്ക് കയറിയാൽ പറയണം, ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫഗ്ഫിർ ലഹാ وإن أرسلتها فإن أرسلتها فاحفظها كما تحفظ به عبادك الصالحين. ഇതൊരാൾ ചൊല്ലി ആ ഉറക്കത്തിൽ മരിച്ചുപോയാൽ നല്ല 1.5 മരണമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇത് ചൊല്ലിയിട്ട് ഒരാൾക്ക് ആ ഉറക്കത്തിൽ മരിച്ചുപോയാൽ രക്ഷപ്പെട്ടു. അയാള് ബക്കറ്റ് ഉണ്ട് ഇവിടെ,
ഓയ് ഉണ്ടാ എന്നാ ബക്കറ്റിൻ്റെ വേഗം കൊടുത്തോളി. ഉറക്കം വന്നാൽ പിന്നെ നോട്ടൊക്കെ മാറിപ്പോ 2000 ഇടുന്ന 20 രൂപ ഇടും. അങ്ങനെ വേഗം ഇപ്പം തന്നെ കൊടുത്തോളി. ഇപ്പം ചിലപ്പോൾ 20ൻ്റെ 2000 ഇട്ടേക്കാം അല്ലേ. അല്ല ഉറക്കം വരുമ്പോൾ കൊണ്ടുവരുന്ന നല്ലത്. 20 രൂപയെന്ന് വിചാരിച്ചിട്ട് മെല്ലെ 2000 എടുത്ത് ഇട്ടാലോ. ഏതായാലും ഇപ്പം തന്നെ കൊടുത്തോളി. ഉറക്കം വന്നാലും വന്നില്ലേലും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുസാഫത്തുണ്ടോ ബക്കറ്റില്ലേ? അതിപ്പോ വേണ്ട. ഇപ്പൊ അതിൻ്റെ ഇടയിൽ മുസാഫത്തൊന്നും വേണ്ട. അപ്പോ ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ പറയണം ബിസ്മിക റബ്ബി, അല്ലാഹുവേ നിന്റെ നാമം കൊണ്ട് ഞാൻ ഉറങ്ങുകയാണ്. വബിക അർഫഉഹു, ഞാൻ നിന്റെ നാമം കൊണ്ട് തന്നെയാണ് നാളെ ഉണരുന്നതും. ഇന്നം സക്ത നഫ്സി ഫഗ്ഫിർ ലഹാ, ഉറക്കമെന്ന് പറയുന്നത് മരണത്തിന്റെ ഒരു ഭാഗമാണ്. എന്താണോ മരണം അത് തന്നെയാണ് ഉറക്കം. മരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ റൂഹ് ഇസ്രായേൽ കൊണ്ടുപോവാ. ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ് ചിമ്മലോടുകൂടി റൂഹ് കൊണ്ടുപോയി ആകാശത്തേക്ക്. റൂഹ് റബ്ബിന്റെ അടുത്താണ്. മരണം തന്നെയാണ്. പിന്നെയോ ആ റൂഹ് കൊണ്ടുപോയി അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ ഇന്നം സക്ത നഫ്സി ഫഗ്ഫിർ ലഹാ, എന്റെ ആത്മാവിനെ തിരിച്ചേക്കാതെ നീ എവിടെ തന്നെ വെക്കുകയാണെങ്കിൽ, എന്റെ ആത്മാവിനെ തിരിച്ചേക്കാതെ നീ എവിടെ തന്നെ പിടിച്ചു വെക്കുകയാണെങ്കിൽ, അഥവാ ഈ ഉറക്കത്തിൽ കിടന്ന് ഞാൻ മരിച്ചുപോയാൽ എന്റെ എല്ലാ പാപങ്ങളും നീ പൊറുത്തു താ അല്ലാഹ്. ഇനി ഞാൻ നാളെ ജീവിക്കുമോ എന്നറിയില്ല, അതുകൊണ്ട് എന്റെ എല്ലാ പാപങ്ങളും നീ പൊറുത്തു താ അല്ലാഹ്. ഇനി നീ എന്നെ മരിപ്പിക്കുന്നില്ല, എന്റെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. എന്റെ ആത്മാവിനെ നീ തിരിച്ചേക്കുകയാണെങ്കിൽ അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ ആളുകൾ, തഖ്വയുള്ള ആളുകൾ, മുത്തഖീങ്ങളായ ആളുകൾ അവരെങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ എന്നെയും തെറ്റു ചെയ്യാതെ ജീവിക്കാൻ നീ അനുവദിക്കണമെന്ന ദിക്ർ ചൊല്ലിയിട്ടാണ് നമ്മൾ കിടന്നുറങ്ങേണ്ടത്. അതും കൂടി കഴിഞ്ഞാൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ശീലമായിരുന്നു, അന്നഹു ഇദാ അവാ ഇലാ ഫിറാശിഹി കുല്ല ലൈല, രാത്രിയിൽ ബെഡിലേക്ക് കയറിയാൽ ജമഅ കഫൈ, കൈ ഇങ്ങനെ പിടിക്കും. ബെഡിലേക്ക് കയറിയാൽ കൈ ഇങ്ങനെ പിടിക്കും. എന്നിട്ടോ ثم نفث فيهما, പിന്നെ ആ കൈകളിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഊതുമായിരുന്നു. ഫഖറഅ ഫീഹിമാ, ആ കൈകളിൽ അല്ലാഹുവിന്റെ ഹബീബ് സൂറത്തുൽ ഇഖ്ലാസ് ഓതി ഊതുമായിരുന്നു. സൂറത്തുൽ മുഅവ്വിദതൈൻ ഓതി ഊതുമായിരുന്നു. എന്നിട്ട് ആ കൈകൾ കൊണ്ട് നേരെ തലയിൽ വെക്കും, തല തടവും, പിന്നെ മുഖത്ത് വെക്കും, മുഖം തടവും, പിന്നെ ശരീരമാസകലം അല്ലാഹുവിന്റെ ഹബീബ് തടവും, പിന്നെയും കൈ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് കൈകളിലേക്ക് ഊതി തല തടവും, മുഖം തടവും, പിന്നെയും ശരീരമാസകലം തടവും, പിന്നെയും അതേ കൈ പിടിച്ചിട്ട് തല തടവും, മുഖം തടവും, ശരീരമാസകലം തടവും. ഇത് നിങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവെപ്പാണ്. ഇത് നിങ്ങൾക്ക് രോഗം വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷനാണ്. ഇത് നിങ്ങൾക്ക് രോഗം വരാതിരിക്കാനുള്ള മരുന്നാണ്. രോഗം വന്നിട്ട് മരുന്ന് കുടിച്ച് ആ രോഗത്തിന് ശമനം വരുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ നമ്മുടെ ശരീരത്തെ നമ്മൾക്ക് നിയന്ത്രിക്കണം. അതിനുള്ള മരുന്നാണിത്. ഇന്ന് മുതൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് കൈ ഇങ്ങനെ പിടിച്ച് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതി, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതി കൈകളിലേക്ക് ഊതി തലയും മുഖവും എവിടെയൊക്കെയാണോ ഈ കൈകൾ എത്തുന്നത് അവിടെയൊക്കെ തടവിയാൽ അയാൾക്ക് മാരകമായ അസുഖങ്ങൾ വരില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്